നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. ലോക പോലീസാകാനുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ മുഖത്തിന് അവസാനത്തെ സൂചനയാണ് ഇറാൻ ആക്രമണം. ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകളാണ് ഈ നരാധകന്മാർ ഇല്ലാതാക്കിയത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ അമേരിക്കൻ വിധേയത്വവും നയതന്ത്ര രംഗത്തെ പരാജയവും ഏതു സാഹചര്യത്തിലും പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ കഴിയാത്തത് മൂലം നമ്മുടെ രാജ്യത്തെയും പ്രശ്നങ്ങൾ ഓരോ ദിവസവും കഴിയുന്തോറും അതീവ ഗുരുതരമായിരിക്കുകയാണ്. ഇറാനെതിരായ ഏകപക്ഷീയമായ ആക്രമണത്തെയോ അവരുടെ പരമാധികാരിയെ കൊലപ്പെടുത്തിയതിനെ അപലപിക്കാൻ പോലും തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി മോഡിയും കൂട്ടരും ഒടുവിൽ ഗത്യന്തരമില്ലാതെ എന്ന് തന്നെ പറയാൻ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റിനെ മോഡി വിളിച്ചെങ്കിലും ഇറാന്റെ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ച് ഉന്മാദിയായ ഡൊണാൾഡ് ട്രംപും നെതന്യാഹു നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പേരെടുത്ത് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ ചരക്ക് നീക്കം നിലച്ചതോടെ കടുത്ത ഊർജ്ജക്ഷാമം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയായിരുന്നു ഗതികെട്ട് മോഡിയുടെ വിളിയുണ്ടായത്. രൂക്ഷമായ പാചകവാതക്ഷാമം, എണ്ണവിലയിലെ വർധന, രാസവള ഉൽപാദനത്തിലെ പ്രതിസന്ധി, രൂപയുടെ വൻ തകർച്ച, ഓഹരി വിപണിയിലെ ഇടവ് തുടങ്ങിയ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയെല്ലാം ഫലമായി വിലക്കയറ്റം രൂക്ഷമാകും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള സാധ്യത വളരെ കൂടുതലാണ്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ, ഇന്ധനക്ഷാമം രൂക്ഷമായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രീമിയം പെട്രോളിയത്തിന്റെ വിലയും കൂട്ടി. വ്യാവസായിക ആവശ്യത്തിനുള്ള ഡീസലിന്റെ വിലയും കൂട്ടി. ഇതുമൂലം വിമാനയാത്രാ കൂലിയും ഉടൻ കൂടും. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 2006 ഇന്ത്യ ഇറാൻ വാതക പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതും നമ്മുടെ പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വികസനം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ UDF-ഉം BJP-യും തെറ്റായ പ്രചാരവലകൾ അഴിച്ചുവിടുകയാണ്. സംസ്ഥാനത്ത് BJP LDF ഡീൽ എന്നാണ് UDF നടത്തുന്ന പ്രചരണം. സംഘപരിവാറിനും BJP-ക്കും അവരുടെ വർഗീയ ആശയങ്ങൾക്കുമെതിരെ എക്കാലത്തും സുസ്ഥിര നിലപാട് സ്വീകരിച്ച് പൊരുതുന്നവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. കോൺഗ്രസ് ആകട്ടെ നിർണായക ഘട്ടങ്ങളിലെല്ലാം സംഘപരിവാറിനോട് സന്ധി ചെയ്തു കൊടുക്കുന്നവരുമാണ്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസ് BJP ബാന്ധവം തുടർന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി കാണില്ല. കോൺഗ്രസും BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥ വെറുതെ അങ്ങ് ഉണ്ടായ കഥയല്ല. അത് കൃത്യമായ കണക്കുകളിലൂടെ തെളിയിക്കപ്പെട്ടവയാണ്. നേമത്ത് BJPക്ക് ആദ്യം അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കി കൊടുത്തതും വോട്ട് മറിച്ചതും കോൺഗ്രസ് ആണ്. V. സുരേന്ദ്രൻപിള്ളയായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി. അതിനെപ്പറ്റി അന്വേഷിക്കാൻ കോൺഗ്രസ് കമ്മീഷൻ നിയമിച്ചെങ്കിലും ആ റിപ്പോർട്ട് പിന്നെയും വെളിച്ചം കണ്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തെളിഞ്ഞതാണ്. കോലി ബി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഇരുട്ടി വെളുക്കുമ്പോൾ കോൺഗ്രസ് BJP ആകുന്ന പ്രതിഭാസത്തിന് ഇപ്പോൾ കേരളവും സാക്ഷിയാകുന്നു. ചിറയൻകീഴ്, ചടയമംഗലം, കൊട്ടാരക്കര, പറവൂർ, ആലപ്പുഴ, തൃശൂർ മണ്ഡലങ്ങളിലെ BJP NDA സ്ഥാനാർത്ഥികൾ ഇന്നലെ വരെ കോൺഗ്രസുകാരായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ BJP സ്ഥാനാർത്ഥി ആയിരിക്കുകയാണ്. പറവൂരിലെ NDA സ്ഥാനാർത്ഥി KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. പറവൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയാണ് അവർ. VD സതീശന്റെ ഏകാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിട്ടത്. തലസ്ഥാനത്ത് കോൺഗ്രസ് BJP ഡീലുണ്ടെന്ന് വെളിപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന NS നുസൂറാണ്. നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ പകരം അരുവിക്കരയിൽ VS ശിവകുമാറിനെയും വട്ടിയൂർക്കാവിൽ K മുരളീധരനെയും വിജയിപ്പിക്കാമെന്നാണ് ധാരണയെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. വാമനപുരം മണ്ഡലത്തിൽ SDPIയുമായി കോൺഗ്രസ് ധാരണയുണ്ടെന്നും നുസൂർ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് BJP പാളയത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് എണ്ണിയാൽ ഒടുങ്ങില്ല. KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ മുതൽ K കരുണാകരന്റെയും AK ആന്റണിയുടെ വീട്ടിൽ നിന്നുൾപ്പെടെ BJPയിലേക്ക് ആൾക്കാരെത്തി. ഇതൊന്നും മറച്ചു വെക്കാൻ കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ട് കഴിയില്ല. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.